ഹായ് ഗൈസ്, എന്നെ ഉണ്ട്. വെൽക്കം ടു അലമാര. 2024 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ നമുക്ക് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപ് ഏറ്റവും കൂടുതൽ സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് അസൈൻമെൻറ്റ് സബ്മിഷൻ. അസൈൻമെൻറ്റ് വെക്കാൻ ടൈം ആയിട്ടുണ്ട്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഒഫീഷ്യലായിട്ട് ഇഗ്നോയുടെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ മെയ് 1 തീയതിനെ വന്നിട്ടുണ്ട് ഈ പറയുന്ന അസൈൻമെൻറ്റ് സബ്മിഷനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എക്സാമിനെ കുറിച്ചിട്ടും. അപ്പോൾ ഈ രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. അസൈൻമെൻറ്റ് സബ്മിഷനെ കുറിച്ചിട്ട് ഇഗ്നോയുടെ സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ട് മെയ് 1, 2024 വന്നിരിക്കുന്ന എക്സ്റ്റൻഷൻ നോട്ടിഫിക്കേഷനാണ് ഇത്. 2024 ജൂണിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് കോമ്പീറ്റൻ്റ് അതോറിറ്റി അസൈൻമെൻറ്റ് സബ്മിഷന് ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്റ്റഡി സെൻറ്ററുകളും എല്ലാ റീജിയണൽ സെൻറ്ററുകൾക്കും ബാധകമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു മെയ് 15 വരെ. അപ്പോൾ ഇനി ഇതിനൊരു കൺഫർമേഷൻ വേണ്ട, ഇത് SH തേവരയ്ക്ക് ബാധകമാണോ അല്ലെങ്കിൽ RC കൊച്ചിയിലെ മറ്റ് സ്റ്റഡി സെൻറ്ററുകൾക്ക് ബാധകമാണോ, ഇത് ട്രിവാൻഡ്രം റീജിയണൽ സെൻറ്ററിൽ ബാധകമാണോ എന്നൊരു സംശയം വേണ്ട. ഇത് ഇന്ത്യയിലെ സകല റീജിയണൽ സെൻറ്ററുകൾക്കും സകല സ്റ്റഡി സെൻറ്ററുകൾക്കും ഒരേപോലെ ബാധകമായ നോട്ടിഫിക്കേഷനാണ് ഒഫീഷ്യലായിട്ട് ഇഗ്നോയുടെ സൈഡിൽ നിന്ന് സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ ഡിവിഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതാണ്. ഡേറ്റഡ് ഓൺ 1 May 2024. അപ്പം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോമ്പീറ്റൻ്റ് അതോറിറ്റി ഓൺലൈനിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് വെക്കുന്നതും ഹാർഡ് കോപ്പി ആയിട്ട് സ്റ്റഡി സെൻറ്റർ സബ്മിഷൻ ചെയ്യുന്നതിനും ഇത് ബാധകമാണ്. അതേപോലെ ഓൺലൈൻ പ്രോഗ്രാമിലും ഗോളിലെയും EVBB പ്രോഗ്രാമുകളിലെയും എല്ലാവർക്കും ഇത് ബാധകമാണ്. ബോത്ത് ഓൺലൈൻ ആൻഡ് ODL പ്രോഗ്രാമുകൾക്ക് മെയ് 15 വരെ അവരുടെ കൺസേൺ സ്റ്റഡി സെൻറ്ററിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ചിലപ്പോൾ ചില സ്റ്റഡി സെൻറ്ററുകൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ടില്ലായിരിക്കും. അവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാതെ അവർ പറയും ഡേറ്റ് തീർന്നു, ഏപ്രിൽ 30 ശേഷം അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കാണിക്കുക. അതിനുശേഷം നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് സബ്മിഷൻ ചെയ്യാൻ സാധിക്കും. കാരണം ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റഡി സെൻറ്ററുകളും ഇത് ബാധിക്കും. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നിർബന്ധമാണ്. കാരണം ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് ഓൾ സ്കൂൾ ഡിവിഷൻ സെൻറ്റേഴ്സ് യൂണിറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സ്റ്റഡി സെൻറ്ററുകൾക്കും ഇത് ഫോർവേഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ബാധകമാണ്, ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യാനുള്ള ടൈം മെയ് 15 വരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ ഉണ്ട്. പല ആളുകളും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോൾ മീ ഫോർ ആപ്പിലും നമ്മളെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. സോ ഇനി ടെൻഷൻസ് ഒന്നും വേണ്ട. മെയ് 15 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഇനിയും കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടീം ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ നടത്താം. വൺസ് നിങ്ങൾ അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് കംപ്ലീറ്റഡ് എന്ന് കമൻറ്റ് ബോക്സിൽ ദയവായിട്ട് രേഖപ്പെടുത്തുക. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.